അത് പിന്നെ ഇക്കാര്യം അങ്ങനെ തന്നെ ചെയ്താൽ മതി ശാലിനി. ഇനിയും ഇതിന്റെ പേരില് ശാലിനി ബലിയാടാവാൻ നിൽക്കണ്ട. എന്നാ ഞാൻ ഇറങ്ങാം. അവളെ ക്രൂരത അവനോട് കാണിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവൾ യക്ഷിയാ. സ്നേഹിക്കുന്നവരെ കാർന്നു തിന്നുന്ന യക്ഷി. നിങ്ങളും ഒന്ന് സൂക്ഷിച്ചോ. അച്ഛനല്ലേ, സ്വന്തം ഭർത്താവിനെ കൊല്ലാമെങ്കിൽ പിന്നാണോ ജന്മം തന്ന അച്ഛൻ? എന്താ രേഷ്മ, എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു വന്നിട്ട് എന്തു പറ്റി? ആകെ ഒരു അസ്വസ്ഥതയാണല്ലോ. അത് പിന്നെ ആദ്യമേ തന്നെ ഞാൻ ശാലിനിയോട് ഒരു സോറി പറയട്ടെ. സോറിയോ? അതെന്തിന്? ശാലിനി എന്നോട് ഒരാളോടും പറയരുതെന്ന് പറഞ്ഞേൽപ്പിച്ച കാര്യം എനിക്ക് മറ്റൊരാളോട് പറയേണ്ടി വന്നു. മനഃപൂർവ്വമല്ല, സാഹചര്യം എന്നെ കൊണ്ട് പറയിപ്പിച്ചു. കമലൻ എന്നെ കാണാൻ വന്നിരുന്നു. വിഷ്ണുവിന് എന്താ സംഭവിച്ചതെന്ന് അവൻ അറിയണോന്ന് അവൻ നിർബന്ധം പിടിച്ചു. എനിക്കെല്ലാം പറയേണ്ടി വന്നു. അതെന്തായാലും നന്നായി. സത്യങ്ങൾ അറിയാവുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലോ. രേഷ്മയ്ക്കറിയോ, ഞാനിപ്പോ ജീവിക്കുന്നത് തന്നെ തെറ്റിദ്ധാരണകളുടെ ലോകത്താ. വിഷ്ണുവേട്ടന്റെ ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടിയിട്ട് വിഷ്ണുവേട്ടനെ കൊന്നവൾ. എല്ലാ സത്യങ്ങളും ഉള്ളിലൊതുക്കി എല്ലാ സങ്കടങ്ങളും സ്വയം ഏറ്റെടുത്ത് സ്വയം നീറാൻ വിധിക്കപ്പെട്ടവൾക്ക് കിട്ടിയ കൂലി. കൊലയാളി. എങ്ങനെയുണ്ട് കേക്കാൻ? നല്ല സുഖമില്ലേ? ശാലിനി എന്തിനാ ഇനി എല്ലാ കാര്യങ്ങളും സത്യമ്മയ്ക്ക് മുന്നിൽ ഒളിപ്പിച്ചു വെക്കുന്നത്? ഇനി അതിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് സത്യാമ്മയോട് നടന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞൂടെ? സത്യാമ്മ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നൊന്നും അറിയില്ല. എങ്കിലും വിഷ്ണു എങ്ങനെയാ മരിച്ചെന്നുള്ള ചോദ്യത്തിന് അവർക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം കിട്ടില്ലേ? അല്ലെങ്കിൽ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ അവരെല്ലാം അറിയേണ്ടതല്ലേ? സത്യാമ്മ ഇപ്പോ മാനസികമായിട്ടും വളരെയധികം തളർന്ന അവസ്ഥയില്ല. ഇപ്പോ നമ്മൾ എന്ത് പറഞ്ഞാലും സത്യാമ്മ വിശ്വസിക്കുകയില്ല. മാത്രമല്ല, എന്നിലെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് ഞാൻ പറയിപ്പിക്കുന്നതാണെന്ന് പറയുകയും ചെയ്യും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും ശാലിനി? ഇത് വലിയൊരു കടമ്പയാ. ഈ കടമ്പ മറികടക്കേണ്ടത് നമ്മുടെ ആവശ്യമാ. ഇതിന്ന് ഞാൻ പഠിച്ച പാഠം എന്താണെന്നറിയോ? അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ട സമയത്ത് തന്നെ അറിയിക്കുക. ആ സമയത്തുണ്ടാവുന്ന സങ്കടവും കരച്ചിലും മാത്രമേ ഉണ്ടാവൂ. പിന്നീട് അതൊരു ബാധ്യതയായി നമ്മുടെ പിന്നാലെ കൂടില്ല. ഇനിയിപ്പോ അതൊന്നും ആലോചിക്കണ്ട ശാലിനി. നമ്മളെ മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് മുന്നില് എന്തിനാ ഇങ്ങനെ അപഹാസ്യമായിട്ട് നിൽക്കുന്നത്? അവരുടെ ദുഃഖങ്ങളും വിഷമങ്ങളും സ്വയം ഏറ്റെടുത്ത് സ്വയം നീറുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് സത്യങ്ങൾ തുറന്നു പറഞ്ഞ് സ്വയം രക്ഷപ്പെടുക. ഇനിയുള്ള അവരുടെ ശാപമക്കളിൽ നിന്നെങ്കിലും രക്ഷപ്പെടാലോ. ആ ശിവ. ആ ശാലിനി, ഞാൻ ദാ ഇവിടെ എത്തിയേ. ആ ശരി, ഞാൻ വരാം. ആ വിളിച്ചത് ശിവനാ, പുറത്ത് നിൽക്കുന്നുണ്ടെന്ന്. കുട്ടികള് അനുവിന്റെ കൂടെ ക്യാൻറ്റീനിലുണ്ടാവും. ഇനിയിപ്പോ അവരെയും കൂട്ടി ഇറങ്ങണം. ആ എന്നാ ശാലിനി ജോലി ഒതുക്കി ഇറങ്ങാൻ നോക്ക്. ഞാനും ഇറങ്ങാം. അത് പിന്നെ ഇക്കാര്യം അങ്ങനെ തന്നെ ചെയ്താൽ മതി ശാലിനി. ഇനിയും ഇതിന്റെ പേരില് ശാലിനി ബലിയാടാവാൻ നിൽക്കണ്ട. എന്നാ ഞാൻ ഇറങ്ങാം.
രേഷ്മേ ചേച്ചി. ശാന്തേച്ചിയുടെ ഹസ്ബൻഡ് എന്ത് പറയുന്നു? അങ്കിളേ ആ ശിവനങ്കിളേ. ആ. ഉം, ഉം. നമുക്ക് പോയാലോ? വാ മക്കളെ വാ. പോവാം. മോളെ, അച്ഛാ, അച്ഛൻ ഇതെപ്പോഴാ വന്നേ? കുറച്ചു നേരമായി. മോൾ ഉറങ്ങാണെന്ന് കരുതി അച്ഛൻ വിളിക്കാതിരുന്നതാ. എന്നോട് ക്ഷമിക്ക അച്ഛാ. ഈ പാപിയായ മോളോട് ക്ഷമിക്ക. ഞാൻ കാരണമല്ലേ അച്ഛൻ ഈ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ ഉണ്ടായത്. അതെന്റെ യോഗ മോളെ. ഇങ്ങനെയൊക്കെ അനുഭവിക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അനുഭവിക്കാതെ മറ്റു മാർഗങ്ങളില്ലല്ലോ. എന്നാലും എനിക്ക് വേണ്ടിയല്ലേ അച്ഛൻ ജയിലിൽ കയറിയത്. എന്നോട് പൊറുക്കണം.